എന്തൊക്കെ കൊലകൊമ്പന്മാർ നാട്ടിലെ രാജ്യങ്ങളിൽ കഴിഞ്ഞുപോയി, ലോകത്ത് കഴിഞ്ഞുപോയി. അള്ളാഹ് കണക്കാക്കിയത് മാത്രമേ നടക്കുള്ളൂ. ആ കണക്കാക്കിയെന്ന് ഓടാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? പറ്റൂല. വല്ലാഹു യതവല്ല സ്വാലിഹീൻ, സജ്ജനങ്ങൾ അള്ളാഹ് ഏറ്റെടുക്കുന്നുണ്ട്. സജ്ജനങ്ങളായി നടന്ന പോലെ എന്തിനെ പേടിക്കണേ? പിന്നെ ഇത്രയേ നമ്മുടെ മുമ്പിലെ വിഷയമുള്ളൂ. നമ്മൾ നന്നായാൽ മതി. വെറുതെ പേടിച്ചിട്ട് എന്താ കാര്യം? ഒരു മുസീബത്തിനെ പേടിക്കുന്നത് ഒരു മുസീബത്താണ്. ഒരു മുസീബത്ത് വരുമല്ലോ എന്ന് പേടിക്കുന്നത് ഒരു മുസീബത്താണ്. ഒരു പഴയ വണ്ടി ഡ്രൈവ് ചെയ്ത് പോവുക, അവിടുന്ന് കോഴിക്കോട്ടേക്ക് പോവുകയാണ്, പഴയ വണ്ടിയാന്ന് വിചാരിക്കുക. അവിടെ എത്തോളം പേടിയായിരിക്കും. ഇത് രാമേട്ടർ ബ്രേക്ക് ഡൗൺ ആവുമോ, യൂണിവേഴ്സിറ്റി എത്തുമ്പോൾ കൊടുങ്ങോ, ബൈപ്പാസിൽ എത്തുമ്പോൾ ടയർ പഞ്ചറാവോ, ഈ പേടിച്ച് അവസാനം എത്തും. പക്ഷെ എത്തണ വരെ പേടിയായിരിക്കും. ആ പേടിയും ആ അപകടവും ഒരുപോലെ തന്നെയല്ലേ? മുഅ്മിനീങ്ങൾക്ക് പേടി ഉണ്ടാവില്ല. ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. പേടിക്കുന്നത് അല്ലാഹുവിനെയാണ്. എൻ്റെ റബ്ബ് തീരുമാനിക്കാതെ ഒരാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. എൻ്റെ റബ്ബ് തീരുമാനിച്ചാൽ ഒരു ഉറുമ്പിന് മതി എന്നെ നശിപ്പിക്കാൻ. എൻ്റെ റബ്ബിൻ്റെ തീരുമാനം മാത്രമേ ഇവിടെ നടക്കുന്നുള്ളൂ. ഇതാണ് മുഅ്മിനായ മനുഷ്യന്റെ വിശ്വാസം, അല്ലേ? പേടി വരും, വിശപ്പ് വരും, വരുമാനം കുറഞ്ഞു പോകും, സമ്പത്ത് കുറഞ്ഞു പോകും, ജോലി നഷ്ടപ്പെടും, കച്ചവടങ്ങൾ പൊളിഞ്ഞു പോകും. വല്ലംഫുസി, വേണ്ടപ്പെട്ട ആളുകൾ മരിച്ചു പോകും, വീട്ടിൽ മരണങ്ങൾ ഉണ്ടാകും. നിങ്ങളുടെ വരുമാനങ്ങളിൽ കുറവ് വരും. ഇതൊക്കെ ലോകത്ത് നടക്കൂട്ടോ, നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കും. ഇതുവരെ നടന്നില്ലേ? നാളെ മുതൽ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചോളി. വിശപ്പ് കൊണ്ടും പേടി കൊണ്ടും സമ്പത്ത് കുറഞ്ഞുകൊണ്ടും മരണങ്ങളും ദുരിതങ്ങളും വന്നുകൊണ്ട് അള്ളാഹു പരീക്ഷിക്കുമ്പോൾ ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷ വാർത്ത കൊടുക്കണേ നബിയേ. അവരല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ആരാ ക്ഷമിക്കുന്നവര്? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, ഒരു ചെറിയ പരീക്ഷണമെങ്കിലും അവർക്ക് വന്നാൽ, അത് ജലദോഷമാവട്ടെ, പനിയാവട്ടെ, ചെറിയ കടമാവട്ടെ, വലുതാവട്ടെ, ഒരു ബുദ്ധിമുട്ട് വന്നാൽ ഖാലൂ, അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാക്കെന്താണെന്നറിയോ? ഇന്നാ ലില്ലാഹ്, ഞങ്ങളൊക്കെ അല്ലാഹുവിൻ്റെതല്ലേ, ഞങ്ങൾ അല്ലാഹുവിൻ്റെതല്ലേ. വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകേണ്ടവരല്ലയോ എന്ന് ചിന്തിക്കുന്നവരും പറയുന്നവരും നബിയെ അവരോട് സന്തോഷം അറിയിച്ചു കൊടുക്കണേ. അവർ രക്ഷപ്പെട്ടവരാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ, അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ സംരക്ഷണവും അവർക്കുണ്ട്. വഉലൈക ഹുമുൽ മുഹ്തദൂൻ, അവരാണ് സന്മാർഗത്തിൽ നിലകൊള്ളുന്നവര്. അല്ലാഹുവിനെ പഴിചാരുന്നവരല്ല, ആരെങ്കിലും കുറ്റപ്പെടുത്തുന്നവരല്ല. ഇതെന്റെ റബ്ബിന്റെ പരീക്ഷണമാണ്. അങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ അവർക്ക് നബിയെ സന്തോഷവാർത്ത അറിയിച്ചു കൊടുക്കണമേ എന്ന് പരിശുദ്ധ റസൂലുള്ളാഹി തങ്ങളോട് അല്ലാഹുവിന്റെ ആജ്ഞയാണ്. നമ്മളൊക്കെ ജീവിതത്തിൽ അനുവർത്തിക്കേണ്ട ഒരു കാര്യം. എപ്പോഴും റാഹത്താവൂല. നമ്മൾ വിചാരിച്ച പോലെയൊന്നും കാര്യങ്ങൾ നടക്കൂല. നമ്മൾ വിചാരിച്ച പോലെ കാര്യങ്ങൾ നടക്കണമെന്ന് ഷഠിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ പേര് പിന്നെ സ്വർഗം എന്നായിരിക്കും. പക്ഷെ ഇതിന്റെ അള്ളത്തെ പേര് ദുന്യാവ് എന്നാണ്, അല്ലേ? നമ്മൾ വിചാരിച്ച പോലെ നടക്കൂല. അങ്ങനെ വിചാരിച്ചാൽ മതി. ഏതു നേരം ഒരു ഫോൺ കോൾ വരുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ടവർ മരിച്ചു എന്നാകാരായി കേൾക്കുക. എപ്പോഴും ദേഷ്യപ്പെടുന്ന വീട്ടുകാരുണ്ടാവും. അവിടെ ജ്യേഷ്ഠനും അനുജനും അടിയാ, വാപ്പയും മക്കളും അടിയാണ്. അടി എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒച്ചപ്പാടും ബഹളം. വീട്ടിൽ വന്നാൽ എറിയ പൊളിക്കുക, ഇതന്നെ പരിപാടി. ജ്യേഷ്ഠൻ അനുജനെ കണ്ടൂടാ, അനുജനെ ഏട്ടനെ കണ്ടൂടാ, പെങ്ങൾക്ക് ആങ്ങളെ കണ്ടൂടാ. ഇതന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ചു കീറുന്ന വീട്ടുകാരെ. അള്ളാഹു ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമല്ലാതെ, അള്ളാഹു ഇഷ്ടപ്പെട്ടാൽ അദ്ഖല അലൈഹിമുർ റിഫഖ്, വല്ലാത്ത സ്നേഹത്തോടെ വാത്സല്യത്തോടെ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന വീട്ടുകാര്. അതൊരു ക്വാളിറ്റി ആട്ടോ. നമ്മൾ മലയാളികൾ നമ്മുടെ ഭാഷനെ വെച്ച് ഒച്ചപ്പാടുള്ള ഭാഷയാണ്. വേറെ നാട്ടുകാരുടെ ഇടയിലൊക്കെ പോയി നിന്നാൽ നമ്മുടെ ഭാഷന്റെ ഇടങ്ങേറ് മനസ്സിലാവുള്ളൂ. നമുക്ക് ചിലപ്പോൾ ഈ ആഫ്രിക്കൻ ചില സ്ലാങ്ങുകൾ കേട്ടാല് നമുക്ക് ഭയങ്കരമായ അസ്വസ്ഥത തോന്നും. ആഫ്രിക്കൻസ് ഭയങ്കര ഒച്ചയിൽ സംസാരിക്കും, അല്ലേ?
അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ മലയാളത്തിലും കഷ്ടമായിരിക്കുമല്ലോ പഠിച്ചോനെ. അത് എന്തെങ്കിലും രണ്ട് വാക്ക് തിരിയുന്നൊക്കെ നമ്മളീ പറയുന്നത് അറബികൾക്ക് വരെ കണകുണന്ന് പോലെ പറയാം. നമ്മൾ എന്താ ഇപ്പോൾ ഒരു വാക്ക് എവിടെ അവസാനിച്ചത്, സെൻറ്റൻസ് അവസാനിച്ചോ എന്നൊന്നും പിടുത്തം കിട്ടുക. നമ്മളങ്ങോട്ട് പറയല്ലേ ഒരു പറച്ചിൽ. ഇത് ഉറക്കെ പറയും ചെയ്യും. ഒരു കല്യാണത്തിന് ചെന്നാൽ അവിടെ, ഒരു പള്ളി ചെന്നാൽ 4 ആൾ നിസ്കരിക്കുന്നുണ്ടാവും അവിടെ, ഒളുവിൻ്റെ കരക്കിരുന്നിട്ടൊരു കഥ പറച്ചിൽ. അത് മെഹ്റാബൊക്കെ കേൾക്കുക സൗണ്ട്. പക്ഷെ നമ്മൾ അറിയുന്ന പോലും ഉണ്ടാവില്ല. മരിച്ചിടത്ത് അവിടെ ഖുറാനും ദിക്റൊന്നും വേണ്ട എന്നുള്ള തീരുമാനം കൂടിയാണെങ്കിൽ പിന്നെ ഒരു കഥ പറച്ചിൽ തന്നെയായിരിക്കും. ഈ വർത്തമാനം ബഹളമായി മാറാൻ ചില വീട്ടുകാർ, ചില ആളുകൾ ഒച്ചയിലേ സംസാരിക്കുള്ളൂ. ഒന്ന് ശബ്ദം താഴ്ത്തുക. നമ്മൾ പണ്ടത്തെ കൾച്ചറല്ല ഇപ്പോൾ. കുറച്ച് ശബ്ദം താഴ്ത്തി സംസാരിക്കുക, ആളുകൾ കേൾക്കത്തക്ക വിധം സംസാരിച്ചാൽ മതി. ഞാനിപ്പോൾ മൈക്കിൽ എന്തെങ്കിലും ഉറക്കെ പൊട്ടിച്ചിട്ട് ശംഖ് പൊട്ടേണ്ട വല്ല കാര്യമുണ്ടോ? ഒന്നും കേൾക്കുന്നില്ലേ, മനസ്സിലാവുന്നില്ലേ? അത് മതി. എന്തിലെ കുറേ ഒച്ച ഉണ്ടാക്കണം? ശബ്ദം താഴ്ത്തുക, ആവശ്യമുള്ള വോളിയം എടുത്താൽ മതി. നമ്മൾ ആരോട് സംസാരിക്കുന്നോ അവർക്ക് കേൾക്കേണ്ട ശബ്ദത്തിൽ മാത്രം. ബഹളം ഉണ്ടാവരുത്. ദേഷ്യപ്പെടുമ്പം പോലും ഒച്ച വെച്ച് സംസാരിക്കരുത്. ഒരാൾ ദേഷ്യപ്പെടുമ്പോൾ ഒച്ച വെച്ച് സംസാരിച്ചാൽ ആ മനുഷ്യനെ, അയാളെ കൺട്രോൾ ചെയ്യാൻ പറ്റൂല എന്നതിൻ്റെ അർത്ഥം. ചിലരൊക്കെ ദേഷ്യപ്പെടുന്നത് തിന്നാൻ വരുന്ന പോലെ വരിക. നമ്മുടെ സമരങ്ങൾ അങ്ങനെയാണ്, നമ്മുടെ സിന്ദാബാദുകൾ അങ്ങനെയാണ്, നമ്മുടെ പ്രതിഷേധങ്ങൾ അങ്ങനെയാണ്. ബഹളം വെച്ച് ഒച്ച വെച്ചിട്ട് തന്നെയാണ് പരിപാടി. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എന്തായാലും ഉറക്കെ തന്നെ പറയുള്ളൂ സിന്ദാബാദ്. എല്ലാം പറയാൻ നടക്കൂല. പക്ഷെ നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഒന്ന് കുറച്ചുകൂടെ, സൗണ്ട് വെക്കലും ബഹളം വെക്കലും ദേഷ്യപ്പെടലും ഒന്ന് കുറച്ചുകൂടെ. ഒരു വീട്ടുകാരെ അള്ളാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അള്ളാഹു വാത്സല്യം ആ വീട്ടിൽ പ്രവേശിപ്പിക്കും. ആ വീട്ടുകാർക്ക് വാത്സല്യമുണ്ടാവും. ഉമ്മ മക്കളോട് സ്നേഹത്തോടെ പറയുന്ന ഉമ്മ, മക്കളോട് സ്നേഹത്തോടെ വാത്സല്യത്തോടെ സംസാരിക്കുന്ന ഉപ്പ, മാതാപിതാക്കളോട് ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള്, എത്ര വലുതാ. അവരാണ് വീട്ടിലെ ചെലവ് പുലർത്തുന്നത്. അത് വിചാരിച്ച് ബാക്കിയുള്ളവരൊക്കെ അടിമയെ കൊടുക്കാൻ പറ്റും? വാപ്പ വാപ്പന്നല്ലേ, ഉമ്മ ഉമ്മയല്ലേ, അവരെ ബഹുമാനിക്കണ്ടേ, ആദരിക്കണ്ടേ? ഉമ്മയോട് വാപ്പയോട് സംസാരിക്കുമ്പോ ശബ്ദം താഴ്ത്തി സംസാരിക്കുന്ന മക്കള്, ജ്യേഷ്ഠനോട് പതുക്കെ പറയുന്ന അനുജൻ, തന്റെ കീഴെയുള്ളവനോട് വാത്സല്യത്തോടെ സംസാരിക്കുന്ന മുതിർന്നവർ, ആ വീട്ടുകാർ ഒച്ച വെച്ച് ബഹളം വെക്കുന്നത് ആരും കേട്ടിട്ടില്ല. ആ വീട്ടുകാര് സ്നേഹത്തോടെ പെരുമാറാറുള്ളൂ. അങ്ങനത്തെ ഒരു വീട് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ആ വീട് അള്ളാഹു ഇഷ്ടപ്പെട്ട വീടാണ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹിന്റെ ഇഷ്ടത്തിന്റെ ഒരു അടയാളമാണ്. അങ്ങനെ അല്ലെങ്കിൽ ഇന്ന് മുതൽ എന്ത് ചെയ്യാ? ഇന്ന് മുതൽ ആ പരിപാടി അങ്ങനെ ആക്കുക. ഇൻഷാ അല്ലാഹ്. ഒച്ചപ്പാടും ബഹളൊന്നും വേണ്ട. മരിച്ചു പോയാൽ ഇതൊരു നല്ല മനുഷ്യരായിരുന്നു എന്ന് മയ്യത്തിനെ നോക്കി മനുഷ്യന്മാർ പറയണം. അതൊരു ശഫാഅത്താണ്. അല്ലാ മരിച്ചില്ലേ, കഴിച്ചില്ലായി എന്ന് പറയരുത്. ഒരു മനുഷ്യന്റെ മയ്യത്ത് കാണുമ്പോഴേ എന്നോ പോകേണ്ടതായിരുന്നു, പോകാൻ വേണ്ടി എത്ര ദോരുന്നതാ, ഇപ്പോഴേ പോയിട്ടുള്ളൂ എന്ന് മനുഷ്യന്മാർ പറഞ്ഞു. എന്താ ജീവിച്ചതുകൊണ്ട് എന്ത് കാര്യം കിട്ടി? ഒരു മനുഷ്യന്റെ ദുആ കിട്ടുമോ? കിട്ടൂല. നല്ല അങ്ങാടി വന്ന ബഹളം, കച്ചവടക്കാരോട് തട്ടിക്കയറുക, എല്ലാരോടും ദേഷ്യപ്പെടുക, ഇത് അവർക്ക് മാത്രമേ രസം ഉണ്ടാവുള്ളൂ. ഇത് അനുഭവിക്കുന്നവർക്ക് രസം ഉണ്ടാവില്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം? സ്വഭാവം മാറ്റണം. റിഫ്ഖ് വേണം, വാത്സല്യം വേണം, സ്നേഹം. ഇസ്ലാമിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്, വാത്സല്യമാണ്, സ്നേഹമാണ്. ക്രൂരത കൊണ്ടും ബഹളം കൊണ്ടും ഒന്നും ലോകത്ത് ആർക്കും നേടാൻ കഴിയില്ല. അല്ലാഹു ഇഷ്ടപ്പെടുകയാണെങ്കിൽ അവർ സ്നേഹം അല്ലാഹു നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു ഇഷ്ടപ്പെട്ട ചില ആളുകളുടെ ഉദാഹരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചില അനുഭവങ്ങളിലൂടെ നമ്മൾ വിവരിക്കാൻ പോവുകയാണ്. മുവാഫഖത്തുൽ അബ്ദി ലില്ലാഹി ഫീമാ യഖൂലുഹു മിൻ കലാമിൻ വഅഹ്കാം. അള്ളാഹുവിന്റെ തീരുമാനമെന്തോ ആ തീരുമാനം മനുഷ്യരുടെ വാക്കുകളിലൂടെ കേൾക്കാൻ കഴിയും. ചില ആളുകൾ അങ്ങനെയാണ്. അള്ളാഹുവിന്റെ തീരുമാനം എന്താണോ ആ തീരുമാനം അവരുടെ നാക്കിലൂടെ വരുന്നു. അവര് പറയുന്നതും അള്ളാഹുവിന്റെ നിയമവും ഒന്നു തന്നെ. ഒരു മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അള്ളാഹുവിന്റെ ആഗ്രഹത്തോട് യോജിച്ചു വരുന്ന ഒരു ഘട്ടം, അത് ഏറ്റവും VIP-കളായ അള്ളാഹുവിന്റെ ഔലിയാഇന് കിട്ടുന്നൊരു സ്ഥാനമാണ്. ഒരു ചില കാര്യങ്ങൾ പറഞ്ഞ ഞാൻ ഉദാഹരണത്തിലേക്ക് വരാം. ഹുദൈബിയ സന്ധി നടക്കുന്നു. ഹുദൈബിയ സന്ധി നടക്കുന്നത് ഹിജ്റയുടെ 6-ാം വർഷം മദീനയിലേക്ക് നബി തങ്ങൾ യാത്ര പോയി പലായനം ചെയ്ത് 6-ാമത്തെ വർഷമാണ് ഉംറ ചെയ്യാൻ വരുന്നത്. ഹബീബായ നബി തങ്ങൾക്ക് അല്ലാഹു സ്വപ്ന ദർശനം കാണിച്ചു കൊടുക്കുന്നു. നബിയേ,
നിങ്ങൾ വിശുദ്ധമായ കഅബാലയത്തിൽ കടക്കുന്നു. തദ്ഖുലുന്നൽ മസ്ജിദൽ ഹറാം. വിശുദ്ധ ഒരു കാരണവുമില്ല, നിങ്ങൾ പോകണം. ഞങ്ങൾക്ക് ഉംറ നിർവഹിക്കണം, നിങ്ങൾ തിരിച്ചു പോകണം. ഞങ്ങൾ ഉംറ ചെയ്യാൻ വന്നവരാ. ഞങ്ങളുടെ ലഗേജ് നിങ്ങൾ നോക്കൂ, ഞങ്ങളുടെ വാഹനം തപ്പിക്കോളൂ. ഞങ്ങൾ ആയുധങ്ങളുമായി വന്നവരല്ല, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല. നിങ്ങൾ ആയുധം കൊണ്ടുവന്നോ ഇല്ലയോ എന്ന പ്രശ്നമല്ല, നിങ്ങൾ ഈ വർഷം തിരിച്ചു പോകണം. അമ്മാർ റളിയല്ലാഹു അൻഹു വേദനിച്ചു പറഞ്ഞുപോയി, മക്ക എന്നത് എന്റെ നാടാണ്, എന്റെ നാട്ടിലേക്ക് കടക്കാൻ നിങ്ങളുടെ സമ്മതമോ? മക്ക ഈസ് അവർ ഹോം. മക്ക എന്റെ ജന്മനാടാണ്. സ്റ്റിൽ ഒന്നും ഇവിടെ പറയാൻ പറ്റില്ല, പൊയ്ക്കോ. ആലോചിച്ച് നോക്കി, എയർപോർട്ടിൽ പോയിട്ട് തിരിച്ചു വിട്ടാൽ എന്തായിരിക്കും അവസ്ഥ? നമ്മൾ കാറിലോ ഓട്ടോറിക്ഷയിലോ കയറി പോയിട്ടുണ്ടാവുക, ബസ്സിൽ പോയിട്ടുണ്ടാവും. ഇവിടെ അടുത്തല്ലേ, യാത്ര പോകാൻ പറ്റാതെ തിരിച്ചു പോന്നാൽ എത്ര വേദന ഉണ്ടാവും. ഇത് 400 കിലോമീറ്റർ 450 കിലോമീറ്റർ യാത്ര ചെയ്തു. ഹബീബായ നബി ഞങ്ങൾക്ക് ഒരു വിരലനക്കിയാൽ 2500 വരുന്ന സ്വഹാബികൾ. അതിൽ ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലെയുള്ള വീരശൂരരായ ആളുകൾ ഹബീബിന്റെ കൂടെയുണ്ട്. ഒരു യുദ്ധം എന്ന് പറയുകയേ വേണ്ടൂ. അവിടെ വന്ന മുഴുവൻ ഖുറൈശികളെയും നിലംപരിശാക്കാൻ പറ്റുന്ന സ്വഹാബിമാർ ഹബീബിന്റെ കൂടെയുണ്ട്. എന്നാൽ ലോകത്തിന്റെ ഗുരു പറയുന്നത് അവിടെ സമാധാനത്തിനാണ്. നമ്മളൊരു സന്ധിയിൽ ഒപ്പുവെക്കുകയാണ്. ആ സന്ധിയിൽ ഒപ്പുവെക്കുന്നത് 10 വർഷം നമ്മൾ തമ്മിൽ യുദ്ധം പാടില്ല. മിനിമം 10 വർഷം, പിന്നെ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാം. ഉമർ റളിയല്ലാഹു അൻഹു ആ കരാറിന്റെ ക്ലോസുകൾ മുഴുവനും ഓരോന്ന് വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ നബിയോട് പറഞ്ഞു, നബിയേ, അവര് പറയുന്ന ഡിമാൻഡുകളൊന്നും കണ്ടോ നബിയേ? മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിമായി നമ്മുടെ മദീനയിലേക്ക് വന്നാൽ അവരെ മക്കത്തേക്ക് തിരിച്ചയക്കണം. അതിന് കുഴപ്പമില്ലായിരുന്നു. മദീനയിൽ നിന്ന് ആരെങ്കിലും മക്കയിലേക്ക് വന്നാൽ മക്കയിൽ അവരെ പിടിച്ചു വെക്കും. ഒരു മുസ്ലിം പോയാൽ അവനെ പിടിച്ചു വെക്കും, ഒരു മുശ്രിക് വന്നാൽ തിരിച്ചു വിടും വേണം. ആയിക്കോട്ടെ, സാരമില്ല. അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണ് എന്ന വാക്ക് അവിടുന്ന് വെട്ടണം. തങ്ങൾ പറഞ്ഞു, വെട്ടിക്കോളൂ അലിയാരെ. അലി റളിയല്ലാഹു അൻഹു, നബിയേ, എന്റെ കൈകൊണ്ട് അങ്ങ് അല്ലാഹുവിന്റെ റസൂലാണെന്ന് എഴുതിയത് എങ്ങനെ ഞാൻ എന്റെ കൈകൊണ്ട് വെട്ടാനാണ്? ഉമ്മിയായ നബി തങ്ങൾ ചോദിച്ചു, അലിയേ, എവിടെയാണ് റസൂലുള്ളാഹ് എന്ന പേര് നിങ്ങൾ എഴുതിയത്? തങ്ങൾക്ക് എഴുത്തുവാനെയും അറിയില്ലല്ലോ. കാണിച്ചു കൊടുത്തു, ഇതാണ്. തങ്ങളങ്ങ് വെട്ടി. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കാരുണ്യവാനായ കരുണാവാരിധിയായ അള്ളാഹുവിന്റെ നാമത്തിലാണ് ഈ കരാർ ആരംഭിക്കുന്നത് എന്ന് എഴുതിയപ്പോ അവര് പറഞ്ഞു, ആരാണ് ഈ കാരുണ്യവാൻ? മുതലാളിയായ കോടീശ്വരനായ യമാമയിലെ, ഇന്നത്തെ റിയാദിലെ ദിർഇയ എന്ന പ്രദേശത്ത് താമസിച്ചു പോയ മുസൈലിമത്തുൽ കദ്ദാബ്, ബനു ഹനീഫ് ഗോത്രത്തിന്റെ നേതാവ്, കോടീശ്വരനായിരുന്ന മുസൈലിമത്തുൽ കദ്ദാബ്, അയാളൊരു കാരുണ്യവാനാണെന്ന് ഞങ്ങൾ വിളിക്കാറുണ്ട്. ആ കാരുണ്യവാനല്ലാതെ ഏതാണ് അല്ലാഹ് എന്ന ഈ കാരുണ്യവാൻ? അതുകൊണ്ട് റഹ്മാനും റഹീമും വെട്ടണം. ബിസ്മിക്കല്ലാഹുമ്മ, പടച്ചവനെ നിന്റെ നാമത്തിൽ. അത്ര മതി. അല്ലാഹുവിനെ വിശ്വസിച്ചു. അല്ലാഹുവിന്റെ കൂടെ വേറെയും ദൈവങ്ങളുണ്ട് എന്ന് വിശ്വസിച്ചു. അവർ ശിർക്ക് ചെയ്തവരായിരുന്നു മക്കക്കാർ. ഇതൊക്കെ വെട്ടി. അതിൽ ഉമർ തങ്ങൾക്ക് ദേഷ്യം വന്നു. യാ റസൂലല്ലാഹ്, പുന്നാര നബിയേ, അലസ്നാ അലൽ ഹഖ് വഅദൂനാ അലൽ ബാതിൽ. നബിയേ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ലയോ? നമ്മുടെ ശത്രുക്കൾ അധർമ്മത്തിന്റെ ഭാഗത്തുമല്ലയോ? ഖാല നഅം, അതെ ഉമറേ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തു തന്നെയാണ്. അൻത നബിയുല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലയോ നബിയേ? ഖാല നഅം ബലാ, ഞാൻ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ് ഉമറേ. ഫലിമ ഹാദിഹി ദനിയ നുഅതി ദനിയത അലാ ദീനിനാ. എന്തിനാണ് നബിയെ നമ്മൾ അപമാനം സഹിച്ചു പോകുന്നത്? എന്തിനാണ് ബിസ്മില്ല വെട്ടാൻ നിൽക്കുന്നത്? എന്തിനാ റസൂലുള്ള വെട്ടാൻ നിൽക്കുന്നത്? എന്തിനാണ് അവര് പറയുന്ന കരാറിന് സമ്മതം മൂളുന്നത്? മക്ക നമ്മുടെ നാടല്ലയോ? നമ്മൾ അവരെ പുറത്താക്കിയതല്ലേ? ആ ജന്മനാട്ടിലേക്ക് കഅബാലയം ഒന്ന് കാണാൻ 3 ദിവസമെടുക്കുന്ന നമ്മുടെ ഒരു യാത്രയെ ഈ മക്കയുടെ മുറ്റത്തെത്തിയിട്ട് നമ്മളോട് തിരിച്ചു പോകണമെന്ന് പറയുന്ന ഈ ക്രൂരതക്ക്
ആയുധം കൊണ്ട് മറുപടി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്നി റസൂലുള്ളാഹ്, ഉമറേ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഹുവ നാസുരി, അല്ലാഹു എന്നെ സഹായിക്കുന്നവനാണ്, വലസ്തു അസ്വീ, എന്റെ റബ്ബ് പറയുന്നതിന് എനിക്ക് എതിര് ചെയ്യാൻ പറ്റില്ല, എന്റെ റബ്ബ് ഈ സന്ധിക്ക് ഒപ്പുവെക്കണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു ഉമറേ. ആ അപമാനം നമ്മൾ സഹിച്ചേ പറ്റൂ, അല്ലാഹു എന്നെ സഹായിക്കും ഉമറേ. ഇന്നല്ലാഹ നാസുരി, അല്ലാഹു എന്നെ സഹായിക്കും, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. കഅബാലയം ഒന്ന് കാണാൻ 3 ദിവസമെടുക്കുന്ന നമ്മുടെ ഒരു യാത്രയെ ഈ മക്കയുടെ മുറ്റത്തെത്തിയിട്ട് നമ്മളോട് തിരിച്ചു പോവണമെന്ന് പറയുന്ന ഈ ക്രൂരതക്ക് ആയുധം കൊണ്ട് മറുപടി പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, ഇന്നി റസൂലുള്ളാഹ്, ഉമറേ ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, ഹുവ നാസുരി, അല്ലാഹു എന്നെ സഹായിക്കുന്നവനാണ്, വലസ്തു അസ്വീ, എന്റെ റബ്ബ് പറയുന്നതിന് എനിക്ക് എതിര് ചെയ്യാൻ പറ്റില്ല, എന്റെ റബ്ബ് ഈ സന്ധിക്ക് ഒപ്പുവെക്കണമെന്നാണ് പറയുന്നത്, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു ഉമറേ. ആ അപമാനം നമ്മൾ സഹിച്ചേ പറ്റൂ, അല്ലാഹു എന്നെ സഹായിക്കും ഉമറേ. ഇന്നല്ലാഹ നാസുരി, അല്ലാഹു എന്നെ സഹായിക്കും, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്. ഇന്നി റസൂലുള്ളാഹ് ഹുവ നാസുരി വലസ്തു അസ്വീ. ഈ വാക്കുകൾ ഓർത്തു വെക്കേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് തന്നെ ആവർത്തിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ എഴുന്നേറ്റ് നിൽക്കാൻ പറഞ്ഞ സമയമായി. 3 സ്വലാത്ത് ചൊല്ലി എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒന്ന് കയ്യും കാലൊക്കെ ഒന്ന് കുടഞ്ഞിട്ട് പോകേണ്ടവർക്ക് പോകാനും മുദ്രയ്ക്കാനുള്ളവർക്ക് പോകാനൊക്കെയുള്ള സമയമാണ്. പക്ഷെ അള്ള സമയം നേരം വൈകിയും തോന്നുന്നു ഞങ്ങൾ പോയിക്കോട്ടെ, ഉറക്കൊഴിഞ്ഞിട്ട് ഇനി ഉസ്താദിന്റെ വേദോണ്ട് സുബഹി കിട്ടിയില്ല എന്ന് പറയാൻ നിൽക്കരുത്, ദയവ് ചെയ്തിട്ട്. എല്ലാ പൂർണ്ണ സ്വാതന്ത്ര്യം. അപ്പോൾ 3 സ്വലാത്ത് ചൊല്ലിയാണ്. ഒന്ന് റാഹത്തിൽ, സമയം പോകണത് അറിഞ്ഞ്, സമയം 1 മണിക്കൂർ കഴിഞ്ഞു, ഇനി 1 മണിക്കൂറും കൂടെ ഒക്കെ പെട്ടെന്ന് തീരുന്ന തോന്നുന്നത്. അപ്പോൾ 3 സ്വലാത്ത് നമ്മൾ ഉറക്കെ ചൊല്ലിയാണ്. ഉറക്കെ ചൊല്ലില്ല, തൊണ്ടൊക്കെ ശരിയാക്കിയില്ലേ, സൗണ്ടൊക്കെ വരണട്ടാ. അൽഹംദുലില്ലാഹ്. സല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. ചൊല്ലിക്കോളൂ, അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ് സയ്യിദിനാ. അതിൽ അൽഹംദുലില്ലാഹ് കണ്ടത്. അല്ലാഹു നമ്മുടെ പ്രശ്നങ്ങൾക്ക് ഹലാൽ കൊണ്ട് പരിഹാരം തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയുടെ അവസാനം ദുആ ചെയ്ത് ഒരു 11:45 10:50. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇങ്ങോട്ട് എന്താ പറയാ ശരിക്ക്? ഇത് ചെനക്കലങ്ങാട്, ചെനക്കലങ്ങാട്, ചെനക്കൽ പറഞ്ഞാൽ വേറെ സ്ഥലം ഉണ്ടല്ലേ? 3-4 ഉണ്ട് അല്ലേ? തിരൂരും തിരൂരങ്ങാടിയും പറഞ്ഞ പോലെ. ആയിക്കോട്ടെ, ചെനക്കലങ്ങാടിയാണിത്. അൽഹംദുലില്ലാഹ്. യാ റസൂലല്ലാഹി അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാതിൽ. നബിയേ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തല്ലയോ, അവർ അസത്യത്തിന്റെ പക്ഷത്തും. അതേ ഉമറേ, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ? ഉമർ തങ്ങൾ പിന്നെ ഭയങ്കര സങ്കടമായിട്ടോ. ഉമർ തങ്ങൾ പറയാണ്, ഞാൻ അന്നാ ചോദിച്ചത് വേണ്ടില്ല, ഇനി എന്തിനെ ഞാൻ അല്ലാഹുവിന്റെ റസൂൽ അങ്ങനെയൊക്കെ ചോദിച്ചത്? ഉമർ തങ്ങൾ സംശയം കൊണ്ട് ചോദിച്ചതല്ല, ഒരു മനസമാധാനത്തിന് ചോദിച്ചതാ തങ്ങളോട്. അനാദരവോടുകൂടെ ചോദിച്ചതല്ല കേട്ടോ. മഅദല്ലാഹ്, ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. ലിയത്മഇന്ന ഖൽബു, ഹൃദയത്തിലൊരു സമാധാനം കിട്ടാൻ വേണ്ടി, സഹിക്കാൻ പറ്റണില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്നി റസൂലുള്ളാഹി വഹുവ നാസുരി വലസ്തു അസ്വീ. ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ് ഉമറേ. ഒരു റസൂലിന് അല്ലാഹ് പറഞ്ഞതല്ലേ ചെയ്യാൻ പറ്റൂ. എന്റെ റബ്ബെന്നെ സഹായിക്കും. ഹബീബിന്റെ ആത്മവിശ്വാസമാണത്. അപ്പോൾ ഉമർ തങ്ങൾ ചോദിച്ചു, അലം തകുൻ തുഹദ്ദിസുനാ അന്നാ നഅതിൽ ബൈത ഫനതവഫു. നബിയെ, അങ്ങല്ലയോ ഞങ്ങളോട് പറഞ്ഞത് കഅബാലയം നമ്മൾ ചെന്ന് കാണുകയും വിശുദ്ധമായ മക്കയിൽ ചെന്ന് നമ്മൾ തവാഫ് ചെയ്യും, ഉംറ ചെയ്യുമെന്ന് നബിയെ അങ്ങല്ലയോ ഞങ്ങളോട് പറഞ്ഞത്? തങ്ങൾ ചോദിച്ചു, അഖുൽതു ലക അന്നക തഅതീഹിൽ ആം. ഈ കൊല്ലം തന്നെ നമ്മൾ ഉംറ ചെയ്യുമെന്ന് ഞാൻ പറഞ്ഞോ? ഇല്ല. എന്നാൽ ഉമറേ, ഒരു നാൾ നിങ്ങൾ ഇവിടെ വരും, ഈ കഅബയെ പ്രദക്ഷിണം ചെയ്യും,
നിങ്ങൾ തവാഫ് ചെയ്യും. അത് ഈ വർഷം തന്നെ നടക്കുമെന്ന് പറഞ്ഞോ? ഇല്ലല്ലോ. നമ്മൾ ഒരു പ്രതീക്ഷയിൽ പോന്നു. ഈ വർഷം നടക്കാൻ അള്ളാഹുവിന്റെ തീരുമാനമില്ല. അടുത്ത വർഷം നമ്മൾ ചെയ്യും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ സംഭവം നടക്കുമ്പോൾ അങ്ങ് ദൂരെ മാറി നിൽക്കുകയായിരുന്നു. റസൂലുള്ളാഹി തങ്ങളുടെ ഉത്തരങ്ങളെല്ലാം കിട്ടിയതിന് ശേഷം ഉമർ റളിയല്ലാഹു അൻഹു മനസ്സമാധാനം ഒന്നുകൂടെ കിട്ടാൻ സിദ്ദീഖ് തങ്ങളോട് ചെന്ന് ചോദിക്കുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സിദ്ദീഖ് എന്നവരെ, അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാത്തിൽ, തങ്ങളോട് ചോദിച്ച അതേ ചോദ്യം സിദ്ദീഖ് എന്നവരോട്. സിദ്ദീഖ് എന്നവർ ഈ ചോദ്യം കേട്ടിട്ടില്ല. നബി തങ്ങളുടെ മറുപടിയും സിദ്ദീഖ് തങ്ങൾ കേട്ടിട്ടില്ല. ഉമർ തങ്ങൾ പോയിട്ട് ചോദിക്കുകയാണ്. നോക്കൂ, കൊടുക്കുന്ന മറുപടി നോക്കണം, ഭയങ്കര അത്ഭുതമാണ്. അലസ്നാ അലൽ ഹഖ് വഹും അലൽ ബാത്തിൽ, സിദ്ദീഖേ, നമ്മൾ സത്യത്തിന്റെ പക്ഷത്തും അവർ അസത്യത്തിന്റെ പക്ഷത്തുമല്ലയോ? ഖാല നഅം, അതെ. ഫഅലാമ നുഅതി ദനിയത ഫീ ദീനിനാ, എന്തിനാണ് നമ്മൾ ഈ അപമാനം സഹിക്കുന്നത് സിദ്ദീഖേ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഒരൊറ്റ മറുപടിയാ കൊടുക്കുന്നത്. ഇന്നഹു റസൂലുള്ളാഹ്, അവരല്ലാഹുവിന്റെ റസൂലാണ് ഉമറേ. വ അന്നല്ലാഹ നാസിറുഹു, അല്ലാഹു നബിയെ സഹായിക്കും. വലൈസ യഅസി, അല്ലാഹു പറഞ്ഞതിനെതിരെ നബി തങ്ങൾക്ക് ചെയ്യാൻ പറ്റൂല. തങ്ങൾ പറഞ്ഞ അതേ വാക്കാണ് സിദ്ദീഖ് എന്നവർ ആവർത്തിക്കുന്നത്. തങ്ങൾ എന്താ പറഞ്ഞത്? ഇന്നി റസൂലുള്ളാഹ് വഹുവ നാസിരി വലസ്തു അസ്വി, ഞാൻ അല്ലാഹുവിന്റെ റസൂലാണ്, അല്ലാഹ് എന്നെ സഹായിക്കും, എനിക്ക് അല്ലാഹുക്ക് എതിര് ചെയ്യാൻ പറ്റൂല ഉമറേ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇത് കേൾക്കാതെ റസൂലുള്ളാഹി തങ്ങൾ എന്താണോ പറഞ്ഞത് ആ വാക്കുകൾ തന്നെ സിദ്ദീഖ് എന്നവർ ആവർത്തിക്കുകയാണ്. ഇവിടെ ഈ മനപ്പൊരുത്തം അള്ളാഹുവിന്റെ മഹബത്തിന്റെ വലിയൊരു അടയാളമാണ്. തങ്ങൾ എന്താണോ മറുപടി കൊടുത്തത് അതന്നെ ഇവിടെ മറുപടി. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു അടുത്ത ചോദ്യം ചോദിച്ചു. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണോ പറഞ്ഞത് ആ വാക്കുകൾ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ നാക്കിലൂടെ അള്ളാഹു മറുപടിയായി കൊടുക്കുന്നത്. ഇത് അള്ളാഹുവിന്റെ മഹബത്തിന്റെ ഒരു അടയാളമാണ്. സിദ്ദീഖ് എന്നവരുടെ മെഹബൂബ നബി തങ്ങൾ എന്താ പറഞ്ഞത് അതുതന്നെ മറുപടി. മുവാഫഖത്തുൽ അബ്ദി ലില്ലാഹ്, അല്ലാഹുവിന്റെ ഒരു ഹുക്മ്, റബ്ബിന്റെ ഒരു വിധി, ഹബീബിന്റെ ഒരു ഉത്തരം, അതിന് സമാനമായ ഉത്തരം ഒരു അബ്ദ്, ഒരു സ്വഹാബി പറയുന്നത് അല്ലാഹു ആ സ്വഹാബിയെ ഇഷ്ടപ്പെട്ടതിന്റെ അടയാളമാണ്. ഉമർ റളിയല്ലാഹു അൻഹു തന്നെയും അങ്ങനെ തന്നെ ഉമർ തങ്ങൾ പറയുമായിരുന്നു, വാഫഖതു റബ്ബി ഫീ സലാസ് ഔ അർബഅ, ചില റിവായത്തിൽ 4 വിഷയങ്ങളിൽ അല്ലെങ്കിൽ 3 വിഷയങ്ങളിൽ ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അതുപോലെ അള്ളാഹുവിന്റെ നിയമം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു തങ്ങളോട് വന്ന് പറയുമായിരുന്നു, മദ്യം ഹറാമായിരുന്നില്ലാത്ത കാലം മുഴുകുടിയന്മാരായിരുന്നു അന്നുണ്ടായിരുന്നത്. അവരോടൊക്കെ ഒരു ദിവസം ഇന്നു മുതൽ കള്ളോടി നിർത്തണം എന്ന് പറഞ്ഞാൽ ഒരു അഡിക്ഷൻ ഉള്ളവരല്ലേ, തല കറങ്ങി വീഴും സാധനം കിട്ടാതിരുന്നാൽ. അതുകൊണ്ട് ഇസ്ലാം മദ്യം നിരോധിച്ചത് മെല്ലെ മെല്ലെയാണ്. നമുക്ക് വാദകല്ലേ. ഖുർആന്റെ ആയത്തൊക്കെ എടുത്ത് നോക്കിയാലേ പരിഭാഷ എടുത്ത് വായിച്ച് പരിഭാഷ എടുത്തിട്ട് ഇങ്ങനെ തട്ടിവിടുന്നവരുണ്ടാവും. അതിൽ കാണും എന്ത് നിസ്കരിക്കാൻ പോകുമ്പോൾ കുടിക്കരുത്. അത് മാത്രം നോക്കിയാൽ എന്താ മനസ്സിലാവുക? മൂല്യന്മാർ വെറുതെ പേടിപ്പിക്കട്ടോ, നിസ്കരിക്കുമ്പോൾ കുടിക്കരുത് എന്നേ പറഞ്ഞിട്ടുള്ളൂ എന്ന് തോന്നിപ്പോകും. മഅദല്ലാഹ്, അത് ദുർബലപ്പെടുത്തപ്പെട്ട ആയത്താന്നാ പറയാ. അത് ഓതിയ കൂലി കിട്ടും, ഖുർആൻ തന്നെയാണ്. പക്ഷെ അതിന്റെ ആശയം ആക്റ്റീവ് അല്ല. ഏതാണ് ആക്റ്റീവായ ആശയം? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം. ആയത്തിറങ്ങിയ ക്രോണോളജി മനസ്സിലാക്കണം. അപ്പോഴാണ് ഏത് നിയമമാണ് പ്രാബല്യത്തിലുള്ളത് എന്ന് മനസ്സിലാക്കുക. കള്ള് നിരോധിക്കുന്ന അവസാനത്തെ ആയത്ത് വന്നു, ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലിശ് ശൈത്വാൻ. മദ്യപാനവും ചൂതാട്ടവും ശകുനം നോക്കലും ബഹുദൈവാരാധനയും പൈശാചികമാണ്, നിങ്ങൾ നിർത്തേണമേ. വിജയം വേണോ നിങ്ങൾ ഇത് ഉപേക്ഷിച്ചേ പറ്റൂ. അപ്പോഴാണ് മദീനത്തെ കള്ളുഷാപ്പിലെ സർവ്വഭരണികളും പിടാവുകളും പൊട്ടിത്തകർത്തത്, പൊട്ടിച്ചു കളഞ്ഞത്. ഉമർ റളിയല്ലാഹു അൻഹു അന്ന് നബിയോട് പറയും, നബിയേ അള്ളാഹുവിനോടൊന്ന് പറയണേ, നബിയേ മദ്യമൊന്ന് ഹറാമാക്കാൻ പറയണേ. മൃതങ്ങൾ നബിയോട് ഇങ്ങനെ ഇടക്ക് വന്ന് പറയും. അള്ളാന്റെ വഹി വരാതെ നബി തങ്ങൾക്കത് പറയാൻ കഴിയൂല. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഒരു നിസ്കാരമുണ്ട്. അന്ന് നിസ്കരിക്കുമ്പോഴൊന്നും മദ്യപിക്കരുത് അല്ലെങ്കിൽ മദ്യം പൂർണ്ണമായി ഹറാമാക്കിയ ആ ആയത്ത് ഇറങ്ങിയിട്ടില്ല. അപ്പോൾ കുടിക്കുന്നവർ കുടിക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാർട്ടി കഴിഞ്ഞ് അവർ
ഈ മുന്തിരി വീഞ്ഞും കുടിച്ചിട്ടാണ് നിസ്കരിക്കുക. അപ്പോൾ കുല്യായുഹൽ കാഫിറൂൻ ഓതിയപ്പോൾ ഇടയ്ക്ക് ലാ ലാ എന്നുള്ള ലാ അത്ഭുതമാ ആ ലാ ഒക്കെ പറയാൻ വിട്ടുപോയി. അത് വിട്ടുപോയ ആശയം ഗുരുതരമായ പിഴവ് സംഭവിക്കും. നിങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കളെ, ദേവീദേവന്മാരെ ഞാൻ ആരാധിക്കുന്നില്ല. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ, ഐ ഡോണ്ട് വർഷിപ്പ് വാട്ട് യു വർഷിപ്പ്. ഞാൻ ആരാധിക്കുന്നില്ല എന്ന് പറയേണ്ട, ഇല്ല വരുന്നത് ലാ എന്ന് പറയുമ്പോഴാണ് ഞങ്ങൾ ആരാധിക്കണത് തന്നെ ഞാൻ ആരാധിക്കണമെന്ന് പറഞ്ഞാണ് സംസ്കരിച്ചത്. ഭയങ്കര പ്രശ്നമായി, തൗഹീദിന് ഘടകവിരുദ്ധമായി പോയി. അത് പൊന്നാരെ നബിയെ, അള്ളാഹിനോട് ഇതൊന്ന് ഹറാമാക്കാൻ പറയോ? മദ്യൊന്ന് ഹറാമാക്കി നബിയെ, മദ്യ ഹറാമാക്കണേ. അങ്ങനെയാണ് അൻസ്വാരികളും മുഹാജിറുകളും തമ്മിൽ ഒരു പാട്ട് കച്ചേരി നടന്നു മദീനയിൽ. ഓരോ കുടുംബം അവരുടെ തറവാടിന്റെ പോരിശ പറഞ്ഞ് പാട്ട് പാടാൻ തുടങ്ങി. അന്നത്തെ ഫേസ്ബുക്കാണ് ഈ പാട്ടുകാർ, അന്നത്തെ കവികൾ. അവർ പറഞ്ഞ നാട് മൊത്തം അറിയും. അങ്ങനെ ഇവരങ്ങോട്ടും ഇങ്ങോട്ട് പാടാൻ തുടങ്ങി. അപ്പോൾ അൻസ്വാരികൾ എന്ന് പറഞ്ഞാൽ മദീനക്കാർ, നാട്ടുകാരല്ലേ, അവരല്ലേ മുഹാജിറുകളെ സ്വീകരിച്ചത്. അവരെ ചീത്ത പറഞ്ഞിട്ടൊരു മുഹാജിർ പാട്ടങ്ങ് പാടി. അവർക്ക് ദേഷ്യം വന്നു. ഒരു ഒട്ടകത്തിന്റെ താടിയെല്ലുണ്ടെന്ന് ഒരൊറ്റ ഏറ് കൊടുത്തു പാടിയ കവിന്റെ തലയ്ക്ക് തലങ്ങ് പൊട്ടി. ചോരയോടുകൂടെ ഹബീബിന്റെ മുമ്പിലേക്ക് എടുത്തു കൊണ്ടുപോകുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, പൊന്നാര നബിയെ, അള്ളാഹിനോട് കള്ളൊന്ന് നിരോധിക്കാൻ പറയൂ നബിയെ. ആയത്തിറങ്ങുകയാണ്. ഫനസല ജിബ്രീലു അലൈഹിസ്സലാം. ഉമർ തങ്ങൾ പറഞ്ഞതനുസരിച്ച് ആ വിഷയം അങ്ങനെ തന്നെ അള്ളാഹിന്റെ നിയമം വന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്വാൻ. ഈ നാലും പിശാചിന്റെ പണിയാണ്. ഇന്നമൽ ഖംറു, ഇൻടോക്സിക്കൻസ്, മത്ത് പിടിപ്പിക്കുന്ന പരിപാടികൾ. അത് പൊടിയോ പെയിന്റോ എന്തോ ആവട്ടെ, വായൻ്റെ വിരലിന് പല്ലിൻ്റെ അടിയിൽ വെക്കണമെങ്കിലും ചുണ്ടിൻ്റെ അടിയിൽ വെക്കുകയാണെങ്കിലും മണക്കുകയാണെങ്കിലും സ്പ്രേ ആണെങ്കിലും സൂചിയാണെങ്കിലും കുടിക്കുകയാണെങ്കിലും തിന്നുകയാണെങ്കിലും ലഹരിയുണ്ടോ? അത് അല്പം ലഹരി കൂടുതൽ കഴിച്ചാൽ ഉപയോഗിച്ചാൽ ലഹരിയുണ്ടോ? അതല്പം തൊടൽ പോലും ഹറാമാണ്. അതാണ് ശരീഅത്തിന്റെ മാ യുസ്കിറു കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി ഉണ്ടാക്കുന്നതും വൽ മൈസിറു, ചൂതാട്ടങ്ങള്, ലോട്ടറി, ചൂതാട്ട പരിപാടികൾ, അതൊക്കെ ലോട്ടറിക്ക് ഗാംബ്ലിങ്ങിലെ വരിക. അത് അടിച്ചാൽ പിന്നെ ഈ മസിലൊന്നും നോക്കല്ല. അപ്പൊ പിന്നെ അത് പറ്റുമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും മൂലരുണ്ടോ എന്ന് അന്വേഷിച്ച് പോകും വണ്ടി എടുത്തിട്ട്. എന്നിട്ട് ആ പൈസ ഊരിച്ചെടുക്കും. ലോട്ടറി അല്ലേ കിട്ടിയത്. ഈമാനൊക്കെ ശരിക്ക് തെളി അവിടെയാണ്. അത് ലോട്ടറി അടിച്ചിട്ടുണ്ടല്ലോ ഈമാൻ വരണം. ഇതെനിക്ക് വേണ്ട, ഇത് പലിശ പൈസ പോലെ പൊതുകാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, എനിക്ക് ഉപയോഗിക്കാൻ പറ്റൂല എന്ന് ചിന്തിക്കുന്നൊരു ഈമാൻ വല്ലാത്ത ഈമാനാണ്. ഒന്ന് രണ്ട് കഥ ഉണ്ട്, ഞാൻ പറയണില്ല. ലോട്ടറി അടിച്ചിട്ട് കുടുങ്ങിപ്പോയതേ. അപ്പോ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാം. അന്ന് ശകുനം നോക്കുന്ന പരിപാടിയുണ്ട്. അന്നത്തെ അവരുടെ ആരാധനാലയങ്ങളിൽ 3 അമ്പ് കൊണ്ടുപോയി വെക്കും ഒരു മനുഷ്യൻ ഒരു പണി ചെയ്യാൻ പോകുമ്പോൾ. ഒന്ന്